രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ SIT അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പത്തനംതിട്ട ജില്ലയിൽ ഹാജരാക്കി. രാഹുലിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തു. രാഹുലിനെ അഡ്വക്കേറ്റ് ശാസ്ത്രംകുൽ അജിത് കുമാർ അവിടെ ഹാജരായി. ജാമ്യത്തിന് മൂവ് ചെയ്തു. ജാമ്യത്തിൻ്റെ ഇന്നലെ കൊടുത്തില്ല. ഇന്ന് കോടതിയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജാമ്യവാദങ്ങൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലിൻ്റെയും കോടതി മുമ്പിൽ ഉണ്ടാകും. ഇതിനകത്ത് പോലീസ് കസ്റ്റഡി ചോദിച്ചാൽ തീർച്ചയായിട്ടും കസ്റ്റഡി കോടതി കൊടുക്കും. അതുകൊണ്ട് കസ്റ്റഡി കൊടുത്ത ശേഷം ആയിരിക്കണം ജാമ്യ പരിഗണന. അതുകൊണ്ട് റിമാൻഡിൽ 2 ദിവസം കൂടെ കിടക്കും. പോലീസ് കസ്റ്റഡിയിൽ 1 or 2 ദിവസം കൊടുക്കും. അതിനുശേഷം വീണ്ടും റിമാൻഡിലേക്ക് പോകും. അതിനുശേഷം ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ചിലപ്പോൾ ജാമ്യം കൊടുക്കാം. നേരത്തെയുള്ള 2 കേസിനകത്ത് നമുക്കറിയാം. ആദ്യത്തെ കേസിനകത്ത് വിവാഹിതയായ സ്ത്രീയെയാണ് ലൈംഗിക പീഡനം നടത്തിയത്. അവിടെ ഒരു ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നുണ്ട്, വധഭീഷണി നടത്തിയെന്ന് പറയുന്നുണ്ട്. ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതി പോയപ്പം ജാമ്യം കിട്ടിയില്ല. ഹൈക്കോടതി പോയപ്പം അറസ്റ്റ് തടഞ്ഞു. 21/1/2026 വരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. രണ്ടാമത്തെ കേസ് ട്രിവാൻഡ്രം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി അവിടെ ജാമ്യം കൊടുത്തു. വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി. ഈ പരാതി എല്ലാം ഡിലേഡാണ്. സംഭവം റേപ്പ് നടന്നാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പോകും നമ്മൾ. പക്ഷേ എല്ലാം 1 വർഷം 2 വർഷമൊക്കെ ഡിലേ വന്നിട്ടുണ്ട്. ആ ഡിലേ വന്നത് തീർച്ചയായിട്ടും അത് പ്രതിക്ക് രാഹുലിന് അനുകൂലമാണ്. മറ്റൊരു കാര്യം, ഇത് നേരിട്ട് അവർ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ പോലീസ് സ്റ്റേഷനിൽ വന്നാണ് മൊഴി കൊടുത്ത് കേസെടുക്കേണ്ടത്. അതുണ്ടായില്ല. എന്നാൽ SHOയ്ക്ക് ഓൺലൈനിൽ പരാതി കൊടുത്താലും കേസെടുക്കാം. അതും ഉണ്ടായില്ല. പകരം മുഖ്യമന്ത്രിക്കും DGPക്കൊക്കെയാണ് അവർ ഓൺലൈനിൽ പരാതി കൊടുക്കുന്നത്. അതതിൻ്റെ പ്രൊസീജിയറായിട്ട് ഇറഗുലാരിറ്റിയാണ്. അത് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആ കംപ്ലൈൻറ്റിന് ഉണ്ട് എന്ന് പ്രതി ആരോപിച്ചാൽ അത് കൃത്യമായിരിക്കും. കോടതി അതിന് വഴങ്ങുകയും ചെയ്യും. ഇപ്പോഴത്തെ കേസ് തിരുവല്ലക്കാരി ആണ്. സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ടതാണ്. ആ തിരുവല്ലക്കാരി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തന്നെ ഒരു വിദേശത്തുനിന്ന് വന്ന് അവരൊരു തിരുവല്ലയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്തു. അവരുടെ പേരിലെടുത്തു. അവിടെ ഇയാളെ വിളിച്ചു വരുത്തി അന്നേരം പീഡിപ്പിച്ചു എന്നാണ് മൂന്നാമത്തെ പരാതി. ആ പരാതി ഓൺലൈനിൽ കൊടുത്തു, DGPക്ക് കൊടുത്തു. അത് 2024, 23, 24 കാലഘട്ടത്തിലുണ്ടായ സംഭവമാണ്. അവിടെയും ഡിലേ വന്നിരിക്കുന്നു മൂന്നാമത്തെ കേസിന്. അതിലാണ് ഇപ്പം നാടകീയമായ അറസ്റ്റുണ്ടായി. അദ്ദേഹം പ്രതീക്ഷിക്കാതെ KPMO ടൂറിസ്റ്റ് ഹോമിൽ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അതിൻ്റെ നാടകീയതയൊക്കെ നമ്മൾ കണ്ടു. പ്രതിഷേധം DYFIയും അതുപോലെ BJPയിലെ ആൾക്കാരും ഒക്കെ നടത്തി. കോൺഗ്രസ്സുകാർ മാത്രം നടത്തിയില്ലെന്നേ ഉള്ളൂ. അവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണ്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഈ കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ജാമ്യം കിട്ടിയില്ലെങ്കിലും സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും. കാരണം 2 കേസിനും സമാനമായ രീതിയിൽ അതിനകത്ത് ഒത്തിരി കോൺട്രഡിക്ഷൻ ഉള്ളത് കൊണ്ട് കോടതി ജാമ്യം കൊടുക്കും. ഈ കേസിനും ജാമ്യം കിട്ടും. എങ്കിലും ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറന്തള്ളാനുള്ള നീക്കം അത് നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ആരോപിക്കപ്പെട്ട കുറ്റാരോപിതരുള്ള പലരും MLAമാരും ഇപ്പോഴും അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കും കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശിക്ഷയുണ്ടെങ്കിൽ മാത്രമേ അവർ അസംബ്ലിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാൻ കഴിയുള്ളൂ. അത് പുറത്താക്കിയാൽ അത് നിയമവിരുദ്ധം തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ. പക്ഷേ പുറത്താക്കിയ ഇപ്പോൾ ആന്റണി രാജു MLA അനർഹനായി. അദ്ദേഹത്തിന് ശിക്ഷയുള്ളത് കൊണ്ടാണ്. അതേസമയത്ത് ശിക്ഷ ലഭിക്കാതെ ഇത് ആരോപണമുള്ള 2-3 MLAമാർ ഇപ്പോഴും അസംബ്ലിയിലുണ്ട്. അപ്പോൾ അതേ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് സ്പീക്കർ വിചാരിച്ചാലും അല്ലെങ്കിൽ അത് അസംബ്ലിയിലുള്ള എല്ലാ MLAമാരും കൂടെ തീരുമാനിച്ചായാലും ശരി അദ്ദേഹത്തിന്
പുറത്താക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അസംബ്ലിയിലുള്ള 2-3 പേരും കൂടെ പുറത്താക്കണം. ഇത് ആരോപണം അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ കോടതി അത് ഒരു കുറ്റച്ചാർജ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ 2 കേസിനകത്ത് സമാന രീതിയിൽ അദ്ദേഹം ജാമ്യത്തിൽ നിൽക്കുകയാണ്. അതേസമയത്ത് 3ാമത്തെ കേസും വന്നിരിക്കുന്നു. ഇനി ഒരു 8-10 കേസുകൾ കൂടി വരാൻ സാധ്യത കൂടുതൽ. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. മിക്കവാറും എല്ലാവരും പരിചയപ്പെട്ടിട്ട് ഇയാൾ അങ്ങോട്ട് പോയി ആരെയെങ്കിലും ബലമായി പരിചയമില്ലാത്തവരെ റേപ്പ് ചെയ്തെന്നല്ല. അവർ സുഹൃത്തുക്കളാണ്, സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ടവരാണ്, ചിലർ വിവാഹിതരാണ്, ചിലർ അവിവാഹിതരാണ്. പൊതുവെ ഇത് 3 പരാതിയിലും സമാനമായ ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പോലീസ് എടുത്ത കേസിനോട് എതിർക്കുന്നത്. ഇതാരോ ഒരാൾ ആണ് ഈ 3 പേർക്കും പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിദേശത്തായാലും ഓൺലൈനിൽ അപ്പം തന്നെ ഇവിടുന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കാം. കാരണം എല്ലാ കേസിനകത്ത് 3 പേരും പറയുന്നത് അവർ ഗർഭചിത്രത്തിൻ്റെ ഒരു ആരോപണം, മിസ്കാരിയേജിൻ്റെ ഒരു ആരോപണം കൊണ്ടുവരുന്നുണ്ട്. ആ മിസ്കാരിയേജ് ഇദ്ദേഹം അവിടെ എല്ലാവരും 3 പേരും 3 കേസിലും പറയുന്നത് അവരിൽ ഇയാൾക്കൊരു കുട്ടി വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആരും പറയുമെന്ന് എനിക്ക് തോന്നണില്ല. അവിടെയാണ് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടാതെ ഇരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇങ്ങനെ അവിഹിതമായ മാർഗത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാകാതിരിക്കാനാണ് പുരുഷന്മാർ ശ്രദ്ധിക്കുന്നത്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവർ ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 2 പേരുടെയും കൺസെൻറ്റോടുകൂടി അത് അലസിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെയാണ്. അതിനകത്തൊരു ഒഫൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയല്ലേ ഇന്ത്യയിലെ മിസ്കാരേജ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടുകളൊക്കെ ഇപ്പം ധാരാളം അതിന് പ്രോത്സാഹനം നൽകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൈനറായ ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അബോർട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നയാളും അതിൻ്റെ കാരണക്കാരനാണെന്ന് ആരോപിക്കുന്നവരും അവരുടെ കൺസെൻറ്റോടുകൂടി അത് അബോർട്ട് ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ബലം പ്രയോഗിച്ച് ക്രിമിനൽ അബോർഷൻ നടത്തിയാൽ മാത്രമേ കുറ്റമുള്ളൂ എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ 1971-ലെയും 1921-ലെയും 3-4 മിസ്കാരേജും പ്രഗ്നൻസിയുടെയും തമ്മിൽ ക്രിമിനൽ അബോർഷനെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെ തന്നെയാണ്. കാരണം അതിനകത്തൊരു കുറ്റം പറയാൻ ഒക്കില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിൻ്റെ വാദഗതി ജാമ്യം ആ കോടതിക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ക്രിമിനൽ അബോർഷൻ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ DNA ഒക്കെ എടുത്തു ആ കുട്ടി വെച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ദുരുദ്ദേശപരമായ കാര്യങ്ങളല്ലേ. നാച്ചുറലായിട്ട് അങ്ങനെ ആരും എടുത്തു വെക്കില്ലല്ലോ. അപ്പോൾ ഒരു ട്രാപ്പല്ലേ ഇത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കോടതി അങ്ങനെ ചിന്തിച്ചതിൽ തെറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് കസ്റ്റഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ റിക്കവർ ചെയ്യണം. മറ്റ് ചില കാര്യങ്ങളും കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റിക്കവറിയുടെ നടത്തണം. അത് ചിലപ്പോൾ 1 ദിവസം കസ്റ്റഡി കൊടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം കസ്റ്റഡി കോടതിക്ക് വേണേൽ കൊടുക്കാം. പോലീസ് അത് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി ഇതുപോലെ ധാരാളം കേസുകൾ വരും, അതിന് യാതൊരു സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് പോയി ഇയാൾ ബലം പ്രയോഗിച്ച് ആരെങ്കിലും പരിചയമില്ലാത്തവരോ അപരിചിതരോ അവരെ അവിടെ പോയി റേപ്പ് ചെയ്തെന്നൊരു കേസില്ല. പക്ഷേ സോഷ്യൽ മീഡിയയെ പരിചയപ്പെട്ടവരും വിവാഹിതരായവരും ഇദ്ദേഹത്തിനെ ആകർഷിച്ച് അവരുമായിട്ട് പരിചയപ്പെടുകയും പിന്നീട് അവരുമായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ അതൊരു റേപ്പിൻ്റെ പരിധിയിൽ ആണെന്ന് പറയാനൊക്കില്ല. അവിടെയാണ് കോടതി പല കാര്യത്തിലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങോട്ട് പോയി ബലം പ്രയോഗിച്ച് പരിചയമില്ലാത്തവർ പരിചയമുള്ളവർ അങ്ങോട്ട് പോയി ബലം പ്രയോഗിച്ച് റേപ്പ് ചെയ്തെന്നുള്ള ഒരു ആരോപണം ഇല്ല. പരിചയത്തിൻ്റെ പുറത്ത് 2 പേരും സുഹൃത്തുക്കളായി, സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളായി, പിന്നീട് അവർ തന്നെ അവരുടെ വസതിയിൽ ഇദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വ്യത്യസ്തമായിട്ട് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലത്തെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ അത് എല്ലാവരും അയാളെ ഭത്സിക്കുന്ന പോലെ എനിക്ക് ഭത്സിക്കാൻ കഴിയുന്നില്ല. നിയമപരമായ കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ പല ലൂപ്പുകളും അതിനകത്തുണ്ട്. അദ്ദേഹത്തിന് അതിനകത്ത് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 5-10 കേസ് കൂടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടായതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇനിയും വരും ഇതുപോലെ പരാതിയുമായിട്ട്. അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട. അദ്ദേഹം സധൈര്യം ഇത് നേരിടുന്നുണ്ട്. ഇനിയും ധാരാളം വരുമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. സധൈര്യം നേരിടുക. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഒരു MLA സ്ഥാനം ഈ കാലാവധി കഴിയുന്നിടം വരെ അദ്ദേഹം അസംബ്ലിയിൽ തന്നെ ഉണ്ടാവും. കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാടോ അല്ലെങ്കിൽ
പത്തനംതിട്ട ജില്ലയിലോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അദ്ദേഹം നിൽക്കും, ജയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.